ഡിപ്രഷൻ എന്ന അവസ്ഥയെ മാനസിക രോഗത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ചൂഷണം ചെയ്ത് കുറ്റവാളിയാക്കിയ ഒരു അമ്മയുടെ കഥ. ആ അമ്മയുടെ വേദനയെ, ആ സത്യത്തെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നാണ് ഈ നാടകം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചുരുൾ. അതിലെ നാന് ഉണ്ണിമുഖ പൃഥ്വിരാജ് എല്ലാം ഉപസംഹരണത്തിലുണ്ടായിരുന്നു. Messi, 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 immens Messi, encara 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 Messi, gol, 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 gol. ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണു രണ്ടും കണ്ടാലോ ആ കൊഴുക്കട്ട പോലെ അടുപ്പിന്മേലെ വെച്ച പാൽക്കുടം കാച്ചി നീ പൊങ്ങുന്നതും നോക്കി നിന്നു പൂച്ചയെ പോലെ. മഞ്ചാ
ഇന്ന് ഈ കേസിനൊരു അവസാനമുണ്ടാകണം. അങ്ങനെ അവസാനിക്കണമെങ്കിൽ ശീലമുള്ള സത്യങ്ങൾ പറഞ്ഞേ പറയണമാണ്. ഇത്രകാലം ഞാൻ പേടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇനി ആ സത്യങ്ങൾ പറയും. ഞാൻ കണ്ടതാ കുഞ്ഞിനെ കൊന്ന നിയമങ്ങളല്ല അർജുന എല്ലാവരും കെട്ടിച്ചമച്ച ഒരു കഥയാ. പറയടി, എവിടെ നിന്റെ മോൻ? വെള്ളിയാമറ്റത്ത് അമ്മ കുഞ്ഞിനെ കൊന്ന കേസിൽ ഇന്നാണ് കോടതി വിധി. പ്രതിയായി പോലീസ് കസ്റ്റഡിയിലെടുത്ത ദിയ നിരപരാധിയാണെന്ന് പോലീസ് കണ്ടെത്തി. ദിയ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലാണെന്ന് വരുത്തി തീർക്കുകയും ദിയയെ കുറ്റവാളിയാക്കുകയുമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദിയയുടെ ഭർത്താവ് അർജുൻ ഒരു മാനസിക രോഗിയും രോഗാവസ്ഥയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ കുറ്റം പുറത്തു വരുമെന്നായപ്പോൾ അർജുന്റെ അമ്മ അർജുനെ ഒരു കോടതിക്കും വിട്ടുകൊടുക്കാത്ത വിധം കൊലപ്പെടുത്തുകയായിരുന്നു. കുറ്റസമ്മതം നടത്തിയ അർജുന്റെ അമ്മയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചു.